ശ്രീ നന്ദു, ഈ വി ഡി സതീശൻ അവകാശ പത്രിക നൽകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി സംഗതി അൺഒഫീഷ്യലാണെന്ന്. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 2 മാസത്തിനിടെ സംഘപരിവാർ നിയമനങ്ങൾ, സംഘപരിവാർ നേതാക്കന്മാർ കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരു ഓഫീസായി CMO മാറുന്നു എന്നീ വിമർശനങ്ങൾ. ഇതിനകത്ത് താങ്കൾ ധരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന വന്നിട്ടുള്ളത് ശ്രീ PK ഗോപന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം, പറ്റിപ്പ് പാർട്ടിയല്ല. ഒരു സംഘീവൽക്കരണം എന്നുള്ള നിലയിൽ ഒരു ചർച്ച ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഹിന്ദു നാമധാരികളായുള്ള ആളുകൾ എവിടെയെങ്കിലും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും പദവികളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അവരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ചാപ്പ കൊടുത്ത് സൈഡ് ലൈൻ ചെയ്ത് നിർത്തിയിട്ട് ഇവിടെ എന്തോ തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു മതേതരത്വ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന നിലയിലാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. നീ ഒരു കാലത്തും നന്നാവില്ലെന്ന് ഉറപ്പിച്ചു തന്നെയല്ലേ? ഞാൻ ആദ്യമേ തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി പറയാം. ഇത്തരം ആളുകൾ നടത്തുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രീണനത്തെ ഒന്നും ഞങ്ങൾ ഒരു തലത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. പിന്നെ കഴിവുള്ളവരെയും രാജ്യസ്നേഹികളെയും രാഷ്ട്രത്തിനോട് കൂറുള്ളവരെയും വിദ്യാസമ്പന്നരെയും ഒക്കെ നിങ്ങൾ സംഘി ചാപ്പ കൊടുക്കുകയോ BJP ചാപ്പ കൊടുക്കുകയോ RSS ചാപ്പ കൊടുക്കുകയോ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഈ കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല, പേടിച്ചിട്ട് കാര്യമില്ല. അത്തരം ആളുകളൊക്കെ നാളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞങ്ങൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവർത്തനം അവർ നിർമ്മാതം നടത്തിക്കോട്ടെ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അത്തരം പ്രസ്താവനകൾ യാതൊരു തരത്തിലും ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു. മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുത പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു ഹിന്ദു നാമധാരി ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുമ്പോ ഉടനെ തന്നെ എന്തിനാണ് മുഹമ്മദ് റിയാസിന് ഹാലിളകുന്നത്? അല്ല, അവിടെ പറയുമ്പോ ഇവിടെ കൊള്ളൂല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കിടപ്പ് വശം. ആരാണ് മദനിക്കെതിരെ ഒരു വാക്ക് നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതിനും വലതിനും ചേർന്ന് അത് നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു കേരളം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണം. എടാ, നിന്നെയൊക്കെ കൊണ്ട് 10 പൈസ ഉപകാരം ഉണ്ടോ എനിക്ക്? അങ്ങനെയുള്ള ഒരു പാർട്ടി, അങ്ങനെ മത സാമുദായിക സംഘടനകളുടെ മുന്നിൽ മുട്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എന്ത് അധികാരമാണുള്ളത് ഹിന്ദു സംഘടനാ നേതാക്കന്മാർക്കെതിരെ പറയാൻ? അതല്ലല്ലോ അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. 2, ഞാൻ ചോദിക്കുന്നത്, ഹിന്ദു നാമധാരികൾ ഒരു സർക്കാർ ചുമതലയിലേക്ക് വരുന്നതിനെ എന്തിനാണ് CPM ഭയപ്പെടുന്നത്? എന്തിനാണ് മുഹമ്മദ് റിയാസ് ഭയപ്പെടുന്നത്? എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. അപ്പൊ ഈ നാട്ടിൽ നിന്ന് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും സർക്കാരിന്റെ മേജർ പോസ്റ്റുകളിലേക്ക് വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണോ മുഹമ്മദ് റിയാസ് എന്ന ചോദ്യം ഞങ്ങൾക്കുണ്ട്. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇത്തരം ഭീകരവാദികളെ കണ്ടപ്പോൾ എവിടെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ നാവ്? മുഹമ്മദ് റിയാസിന്റെ നാവ് അമ്മായച്ചന്റെ അലമാരയിൽ എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചോദിക്കേണ്ടതുണ്ടെന്നേ. അതിനോട് വിട്ടേക്ക്, അതാ കാവുംപാട്ടത്തെ ഇച്ചിരുന്ന പട്ടിയല്ലേ. അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ CPM ഒരു ഇരട്ടത്താപ്പും കേരളത്തിന്റെ പൊതുവായി ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു നിവേദനം കൊടുത്തതിന് ഇത്രയേറെ ഹാലിളക്കം എന്തിനെന്ന ചോദ്യത്തിന് CPM മറുപടി പറഞ്ഞേ പറ്റൂ. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടോ, പറഞ്ഞേക്കാം.